തിരുവായ്ക്ക് എതിരില്ലാത്ത 5 ലക്ഷം അടിമ അംഗങ്ങളും സംസ്കാരം സ്വന്തം കീശയിൽ വെച്ച് സ്ഥാനമാനങ്ങളും മോഹിച്ച് നെറികെട്ട പാദസേവ ചെയ്യുന്ന കപട ബുദ്ധികളും ചേർന്ന് ഇപ്പോഴും ഈ അധോലോക പാർട്ടിയെ മാന്യതയുടെ മൂടുപടം അണിയിക്കുന്നുവെന്ന ഒരു പ്രജയുടെ വികാരത്തോടെ തന്നെ പറഞ്ഞു തുടങ്ങാം. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും എന്തൊക്കെ സംഭവിച്ചുവെന്നും പാർട്ടികൾക്കും അണികൾക്കും ജനങ്ങൾക്കും യാതൊരു ഐഡിയയുമില്ലാത്ത സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കടത്ത് സംഘങ്ങളും അരങ്ങുവാഴുന്ന പാർട്ടിയിൽ നിന്ന് ഒരുവൻ നാവ് ഉയർത്തിയപ്പോൾ അടഞ്ഞുപോയ പല അധ്യായങ്ങളും തുറക്കപ്പെടുകയാണ്. എങ്കിലും അവരുടെ യുവജന പ്രസ്ഥാനമടക്കം ഇപ്പോഴും പിടിമുറുക്കി തന്നെ ഒരു കുലുക്കവുമില്ലാതെ അങ്ങനെ നിൽക്കുന്നുമുണ്ട്. എന്തൊക്കെ തന്നെ നടന്നാലും കാരാട്ടും യെച്ചൂരിയും പിന്നെയുള്ള യമകിങ്കരന്മാരുമെല്ലാം ഇനിയും ഏമാമാരുടെ വിഴുപ്പിന്മേളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ദേശാഭിമാനി മുൻ പത്രാധിപൻ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഒരു പാർട്ടിയെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നതിനും അപ്പുറം ഒരു മഹാത്മ്യവും ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാനില്ല. എന്നാൽ മുതലാളിത്ത ആശയങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കാൻ കഴിയാതെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലാതാകും. അതാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. ഉത്തമ കമ്മ്യൂണിസ്റ്റായ സ്വന്തം സഹപ്രവർത്തകനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ വാടക കൊലയാളികളെ കൊണ്ട് ക്രൂരമായി 51 വെട്ടുവെട്ടി പാർട്ടിയുടെ തലപ്പത്തുള്ളയാൾ കശാപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിന് അതിനെതിരെ ഒരു നടപടിയും എടുക്കാനാകാത്തത്? ഹൃദയമില്ലാത്ത കരിങ്കൽ കഷ്ണമാണോ അയാൾ കൊണ്ടു നടക്കുന്ന ഹൃദയം? നീതിപീഠം കൊലയാളികളെ കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ട് മനുഷ്യക്കോലത്തിൽ കെട്ടിയൊരുങ്ങി നടക്കുന്ന കാരാട്ടോ PB അംഗമായ ഭാര്യയോ ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ചെയ്തോ? കുലം കുത്തിയെങ്കിൽ കൊല്ലാമെന്ന് സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് ഉച്ചാഭാഷണിയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന് അഹങ്കരിച്ചു നടന്നവന്റെ വായിൽ പഴമായിരുന്നോ? ഇവനെയെല്ലാം ആരാണ് മാർക്സിസം പഠിപ്പിച്ചത്? പണവും ജീവിത സുഖങ്ങളും വിമാന ടിക്കറ്റും കിട്ടിയാൽ എന്ത് അധമ പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കും എന്നതല്ലേ സത്യം? ഹൃദയം എന്നത് എവിടെയാണ് ഇരിക്കുന്നത്? പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയപ്പോൾ എന്തേ ഈ പിശാചുക്കൾക്ക് പശ്ചാത്താപം ഉണ്ടായില്ല? 12 വർഷമായിട്ടും ഒരിക്കലെങ്കിലും പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും തെറ്റ് തിരുത്തണമെന്ന് തോന്നിയില്ലല്ലോ. ഏതു കാലത്താണ് ഈ പാപം ഇറക്കി വെക്കുന്നത്? അരുതാത്തതിന് കൂട്ടുനിന്നവരാണ് താനെന്ന കുറ്റബോധം ഒരു രാത്രിയിലെങ്കിലും ഉറക്കം കെടുത്തിയിട്ടുണ്ടോ കാരാട്ടെ? ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ജനങ്ങൾ കടപുഴക്കി എറിഞ്ഞ് രോഷം തീർത്തിട്ടും ഒരു വാക്കു തെറ്റേറ്റു പറയാൻ മനസാക്ഷിയില്ലാത്ത കരിങ്കൽ ഹൃദയമേ, നിന്റെ കൈകൾ കൊണ്ട് തന്നെ ഈ കെട്ട തത്വശാസ്ത്രം ജനങ്ങൾ തിരോഭവിപ്പിക്കും. അതിൽ നിറയെ ചോരക്കറയാണ്. ഇതിവിടെ ഇനി വേണ്ട. ഈ നൃശംസന്മാരുടെ തത്വശാസ്ത്രം ഇവിടെ കുഴിച്ചു മൂടണമെന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പറയാതെ പറയും. ഒരു തിരുത്തലിനും ഇടമില്ല എന്ന് രാവിലെ ചേരുന്ന PB തന്നെ കണ്ടെത്തും. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും വാക്കുകളിൽ സൂചനകൾ ഉണ്ടാകും. അവരെല്ലാം ഓർക്കും അവരുടെ TPA. മലയാള മാധ്യമങ്ങൾ ഇന്നു മുതൽ സംഭ്രമജനകമായ രാഷ്ട്രീയ കഥയെടുത്ത് ദില്ലിയിൽ നിന്ന് ആരംഭിക്കും. അഭ്യൂഹങ്ങളുടെ മലവെള്ളപ്പാച്ചിലായിരിക്കും ചാനലുകളിൽ. മന്ത്രിസഭയെയും പാർട്ടിയെയും കൈവെള്ളയിൽ വെച്ച് അവർ അമ്മാനമാടും. ഇതിന്റെ രൂപരേഖ ദില്ലിയിൽ ഇന്നലെ തന്നെ തയ്യാറായി കഴിഞ്ഞു. എല്ലാ കണ്ണുകളും ദില്ലിയിലാണ് കേരളത്തിലെ പാർട്ടിയുടെ ഭാവി എന്തെന്ന കാര്യത്തിൽ. മാധ്യമങ്ങൾ AKG ഭവനിൽ സൃഷ്ടിക്കാൻ പോകുന്ന നാടകീയ മുഹൂർത്തങ്ങൾ കണ്ണോടിച്ചാൽ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കാണില്ല. 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം ഉണ്ടാകുമോ? ഞാൻ ഉറപ്പായി പറയുന്നു, അതിന് എത്രയോ മുമ്പ് അതിന്റെ ശവമടക്ക് കഴിയും. സോവിയറ്റ് യൂണിയനിലെ ഇന്നത്തെ അവസ്ഥ 90കളിൽ ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? പക്ഷേ കോൺഗ്രസ് പിൻപറ്റിയ ആശയങ്ങൾ ശോഷിച്ചെങ്കിലും അത് തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ വേരുകളിൽ ജനാധിപത്യത്തിന്റെ നനവുണ്ട്. അതുകൊണ്ടാണ് പുതിയ തലമുറ അതിനോട് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഏകാധിപത്യം മുറുകെ പിടിക്കുന്ന കമ്മ്യൂണിസം കൂടുതൽ ശുഷ്കിച്ചു വരുന്നു. കമ്മ്യൂണിസത്തിന്റെ ഇരുണ്ട വശം പല ചിന്തകരും ശാസ്ത്രജ്ഞരും വീക്ഷണശാലികളും ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും സമൂഹം അതൊന്നും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. സൈബീരിയകളും നന്ദിഗ്രാമുകളും സിൻഗൂരുകളും ഒരു വിസ്ഫോടനം പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എവിടെയോ കാര്യമായ തകരാറുണ്ടെന്ന് ബോധ്യമായത്. പാർട്ടിയെ നിയന്ത്രിക്കുന്നവരും മുതലാളിത്തത്തെ പോറ്റി വളർത്തുന്നവരും തമ്മിൽ വ്യത്യാസമില്ലാതായി. സാധാരണ ജനങ്ങൾ വിഡ്ഢികളായി. എതിർപ്പ് ഉയർത്തുന്നവരെ വാരിയുടച്ച് കീഴ്പ്പെടുത്തിയതോടെ ഒറ്റ ശബ്ദം മാത്രം ശേഷിച്ചു. എത്ര സ്ത്രീകളുടെ ചാരിത്ര്യമാണ് അപഹരിക്കപ്പെട്ടിട്ടുള്ളത്? എല്ലാവരും മൗനം ഭജിക്കുന്നു. ഇപ്പോഴും അപഹരിച്ചുകൊണ്ടിരിക്കുന്നു.
90കളുടെ മധ്യത്തിൽ സഖാവ് ഹർകിഷൻ സിംഗിനോട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയുടെ ഭാവിയോർത്ത് സീതാറാം യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടിനെയും കോൺഗ്രസിന് കൊടുത്തുകൂടായിരുന്നുവോ എന്ന്. പഞ്ചാബിലെയും രാജസ്ഥാനിലെയും കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാർ, എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ സുർജിത്തിനെ സമീപിച്ച് ഉപദേശങ്ങൾ തേടുന്നത് കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള അബക്ക വിഡ്ഢിത്തരങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ചരിത്രപ്രധാനമായ നെഹ്റു അനുസ്മരണ പ്രഭാഷണം ജ്യോതി ബസുവിനെ കൊണ്ട് നടത്തണമെന്ന തീരുമാനം സോണിയാജിയും സുർജിത്തും ചേർന്നെടുത്തതായിരുന്നു. അത് തയ്യാറാക്കിയത് പ്രകാശ് കാരാട്ടും. ഓരോ രാജ്യത്തും വളർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിരന്തരം ഇടപെടാനും അത് ഇന്ത്യക്ക് അനുകൂല ഈടുവെപ്പാക്കുവാനും സുർജിത്തിന്റെ ശിക്ഷണത്തിൽ പ്രകാശും യെച്ചൂരിയും നടത്തിയ ഇടപെടലുകൾ കണ്ടപ്പോൾ ഇരുവരും കോൺഗ്രസ് നേതൃത്വത്തിന് വരുന്നതല്ലേ നല്ലതെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കോൺഗ്രസിൽ അത്തരത്തിലുള്ള ജീനിയസുകൾ നന്നേ കുറവായിരുന്നല്ലോ. ഒരു ക്ഷമാപണത്തോടെ എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്.